ഹായ് ഡിയേഴ്സ്, കേരളത്തിലെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. യോഗ്യതാ പരീക്ഷയിൽ നിർദ്ദിഷ്ട പേപ്പറുകളിൽ നേടിയ മാർക്ക് നോക്കിയാണ് പ്രവേശനം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് ടുക്കാർക്ക് പാരാമെഡിക്കൽ ഡിപ്ലോമ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് അഡ്രസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടു കാണും പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ട്, നോട്ടിഫിക്കേഷൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് നമുക്ക് വേഗം നോക്കാവുന്നതാണ്. അപ്പോൾ വിവിധ സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് ഒറ്റയ്ക്കാണ് നമ്മൾ അപേക്ഷിച്ചാൽ മതി. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാർ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള 16 ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. യോഗ്യതാ പരീക്ഷ, അതായത് നിങ്ങളുടെ പ്ലസ് ടു അല്ലെങ്കിൽ VHSCയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 16 വ്യത്യസ്ത കോഴ്സുകളാണ് ഉള്ളത്. 16 കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് എല്ലാം തന്നെ. ഏകദേശം 2 വർഷമാണ് കോഴ്സ് കാലാവധി ഉള്ളത്. എല്ലാത്തിൻ്റെയും വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാക്കുക. 16 കോഴ്സുകളാണുള്ളത്. അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഇങ്ങനെ നമുക്ക് 16 എണ്ണം ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രോസ്പെക്ട്സിലുണ്ട്. കൂടാതെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും, ഓരോ കോഴ്സിൻ്റെ കാര്യങ്ങൾ. അപ്പം വിദ്യാഭ്യാസ യോഗ്യത നോക്കുക. ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് DPharm കോഴ്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമെറ്റിക്സ്, ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഇപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക. VHSC പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ ചിലപ്പോൾ ബയോളജിക്ക് പകരം മാത്തമെറ്റിക്സ് എന്നുള്ള ഓപ്ഷൻസ് അവർക്കുണ്ട്. അതനുസരിച്ചുള്ള കുട്ടികൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് മതിയാവും. എന്നിവ ഐച്ഛിക വിഷയങ്ങളായി കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷ, അതായത് VHSCയോ അല്ലെങ്കിൽ നമ്മുടെ ഏത് എക്സാമിനേഷൻ ആണ്, CBSE പരീക്ഷകളൊക്കെ തന്നെ പാസ്സായ കുട്ടികൾക്ക് ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട്. ഇനി ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ആകെ 40% മാർക്കോടെ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയോ തത്തുല്യ പരീക്ഷയോ വിജയിച്ചവർക്ക് അർഹതയുണ്ട്. SC/ST കുട്ടികൾക്ക് 5% മാർക്ക് ഇളവിനും അർഹതയുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും, അതായത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറും DPharmഉം ഒഴികെയുള്ള ബാക്കി എല്ലാ കോഴ്സുകളിലേക്കും വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 40% മാർക്കോടെ ആയിരിക്കണം പ്ലസ് ടു പാസ്സായിരിക്കേണ്ടത്. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് 5% മാർക്കിന് ഇളവുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പ്ലസ് ടു മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 40% മാർക്കോടുള്ള VHSC വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. വയസ്സിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 31/12/2020 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനെയായിരിക്കണം. പ്ലസ് ടു കഴിഞ്ഞവർക്ക് എന്തായാലും 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഈ ഡിസംബർ ആകുമ്പോൾ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. അപ്പൊ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ 16 കോഴ്സുകൾക്കും കൂടിയിട്ട് നമുക്ക് ഒറ്റ ഓൺലൈൻ അപേക്ഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ അപേക്ഷയിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ഓപ്ഷൻസുകൾ കൊടുക്കുന്ന പോലെ തന്നെ ഏതൊക്കെയാണോ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് ആദ്യം കൊടുത്ത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ സെറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂ കാൻഡിഡേറ്റ്സ് ലോഗിനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്തതിലേക്ക് ഓപ്ഷൻസുകളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും വരുന്നത്.
നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് നമുക്ക് ആദ്യം നന്നായിട്ട് മനസ്സിലാക്കാം. 16 കോഴ്സുകളിൽ നമ്മൾ പോകുമെന്ന് താല്പര്യമുള്ള കോഴ്സുകളാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ആ കോഴ്സുകൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ ആണ് താല്പര്യമെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിവിധ സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് ഒറ്റ അപേക്ഷ മതി. അതായത് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒറ്റ അപേക്ഷ മതി. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഡിലീറ്റ് നിങ്ങളുടെ അപേക്ഷ റദ്ദാക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് 400 രൂപയാണ് ജനറൽ വിഭാഗക്കാർക്ക്. SC/ST വിഭാഗക്കാർക്ക് 200 രൂപയാണ് അപേക്ഷാ ഫീസ് ഉള്ളത്. ജനുവരി 15-ാം തീയതിയാണ് അവസാന തീയതി. ജനുവരി 15-ാം തീയതിക്കുള്ളിൽ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷാ ഫീസ് അടച്ച് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപ്പൊ ഇതിനോടൊപ്പം തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്തും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ചലാൻ ഉപയോഗിച്ച് ബാങ്കിൽ പണമടയ്ക്കാനുണ്ട് സൗകര്യം. അപ്പൊ ഇതൊക്കെ വിശദമായിട്ടുള്ള നിങ്ങളുടെ ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫീസ് എങ്ങനെയാണ് അടയ്ക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ. ഇപ്പോൾ സർവീസ് കോട്ട ഒഴികെയുള്ള അപേക്ഷകർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഡിസംബർ 22 മുതൽ ജനുവരി 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷകർ ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ അപേക്ഷാ ഫീസ് ഒടുക്കേണ്ടതാണ്. അതായത് ഫെഡറൽ ബാങ്ക് മുഖാന്തരം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈൻ മുഖാന്തരം ഇതിന്റെ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷാ ഫോറം സമർപ്പിക്കേണ്ട രീതികളുണ്ട്. 5 ഘട്ടങ്ങളായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അതായത് രജിസ്ട്രേഷൻ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ വെബ്സൈറ്റിൽ തന്നെ ന്യൂ രജിസ്ട്രേഷൻ കോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വേരിയസ് അലോട്ട്മെന്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് എന്നൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫാദറിന്റെ നെയിമും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കമ്മ്യൂണിറ്റി എല്ലാ കാര്യങ്ങളും രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം കമ്മ്യൂണിറ്റി കാസ്റ്റ് അതുപോലെ തന്നെ എല്ലാം റിസർവേഷൻസ് കാറ്റഗറിക്കാരുണ്ടോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് ബട്ടൺ ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പാസ്വേഡ് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷൻ നമ്പറും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലേക്ക് മൂവ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ അപേക്ഷ ഫീസ് അടയ്ക്കണം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും രജിസ്ട്രേഷൻ ID-യും ഒന്നും നിങ്ങൾ വേറൊരു വിദ്യാർത്ഥികൾക്ക് പാസ് ചെയ്യാൻ പാടുള്ളതല്ല. അത് വളരെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചെല്ലാൻ മുഖേനയോ അടയ്ക്കാവുന്നതാണ്. ഓൺലൈനായി അടയ്ക്കുന്നവർക്ക് തുടർന്ന് തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാവുന്നതാണ്. ചെല്ലാൻ വഴി ഫീസ് അടയ്ക്കുന്നവർക്ക് 24 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ശേഷമോ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് ഫീസ് ഒടുക്കിയ വിവരങ്ങൾ രേഖപ്പെടുത്തി ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുന്നത് തുടരാം. ഇതിനായി ബാങ്കിൽ ഫീസ് അടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ചെല്ലാൻ നമ്പർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സൗകര്യം ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുന്നതാണ്. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് പോകാവുന്നതാണ്. മൂന്നാം ഘട്ടത്തിൽ അക്കാദമിക് വിവരങ്ങൾ ഉൾപ്പെടെ മറ്റു വിവരങ്ങളൊക്കെ നിങ്ങൾ അതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിരിക്കും കുട്ടികളെ. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നമുക്കത് ക്ലിയർ ആക്കാവുന്നതാണ്. നാലാം ഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ അപ്ലോഡിങ് ചെയ്തിരിക്കണം. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തരാം. അത് വളരെ കറക്റ്റ് ആയിരിക്കണം. പല കുട്ടികൾക്കും റിസർവേഷൻ കാറ്റഗറി തന്നെ കിട്ടാതെ പോവാന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതൊരു അഡ്മിഷൻ പ്രോസസ്സ് പോലെ തന്നെയാണ് നമ്മൾ അപേക്ഷയും കൊടുക്കേണ്ടത്. അത്രയും വളരെ ഇമ്പോർട്ടൻറ്റോട് കൂടി തന്നെയായിരിക്കണം നമ്മൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ ഉൾക്കൊള്ളിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്നതും അതുപോലെ തന്നെ ജനന തീയതി അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ കൺസെഷൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫൈനലായിട്ട് ലാസ്റ്റ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കൺഫർമേഷൻ. നമ്മൾ എല്ലാം കൊടുത്തതിന് ശേഷം
ഫൈനൽ കൺഫർമേഷൻ നൽകുന്ന അപേക്ഷയുടെ പതിപ്പ് കാണുവാൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിൽ പോയിട്ട് അത് കറക്റ്റ് ചെയ്യാവുന്നതായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് ആ പേജസ് നന്നായിട്ട് നോക്കുക. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി, നേറ്റിവിറ്റി എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ, OBC OEC ആയിട്ടുണ്ടോ, അങ്ങനെ SC ST എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷനിൽ പോയി കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എല്ലാം കറക്റ്റ് ആണെന്ന് മാത്രം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നൽകുക. ഫൈനൽ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുശേഷം അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അപേക്ഷ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് വേറെ നമ്മളെ തെളിവൊന്നുമില്ല. നമുക്ക് അഥവാ എന്തെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതും കൊണ്ട് ഒന്ന് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ സ്പോർട്സ് കോട്ട വിഭാഗക്കാർ അവരുടെ അപേക്ഷിക്കുന്നവർ ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിന് ശേഷം കിട്ടുന്ന ആ കൺഫർമേഷന്റെ ഒരു ഫോട്ടോ കോപ്പി അവരുടെ ബന്ധപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഓഫീസിലൊക്കെ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ SC ST OEC വിഭാഗക്കാർക്കെല്ലാം തന്നെ റിസർവേഷൻസ് ഉണ്ട്. നമ്മുടെ സാധാരണ ഉള്ള എല്ലാ രീതിയിലുള്ള റിസർവേഷൻസും ഈ ഒരു കോഴ്സിനും ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, മൂന്നാം ഘട്ടത്തിൽ നമ്മൾ ഡോക്യുമെന്റ് ടു ബി അപ്ലോഡഡ് അലോങ് വിത്ത് ദ അപ്ലിക്കേഷൻസ്, എല്ലാ ഡോക്യുമെന്റ്സുകളും സ്കാൻ കോപ്പീസ് ആയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്ത കോപ്പിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ SLC ഓർ ഇക്വലന്റ് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് +2 ആണെങ്കിൽ +2 മാർക്ക് ലിസ്റ്റ്, VHSC ആണെങ്കിൽ VHSC മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം, CBSE ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ അവരുടെ റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ ആയിട്ട് SC ST OBC അവരുടെ റിസർവേഷൻ കാറ്റഗറി വൈസുള്ള സർട്ടിഫിക്കറ്റുകൾ അവരുടെ തഹസിൽദാരോ വില്ലേജ് ഓഫീസിൽ നിന്ന് എടുത്ത് വാങ്ങിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കേണ്ടതാണ്. ആവശ്യമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. CBC SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, മുസ്ലിം മൈനോറിറ്റി, ക്രിസ്ത്യൻ മൈനോറിറ്റി ഒക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ തന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സുകളും സ്കാൻഡ് കോപ്പിയിലായിരിക്കണം. അതുപോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഫോർമാറ്റ് ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ നിങ്ങളോടൊപ്പം തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. അതൊരു മോട്ടിവേഷൻ കൂടിയാണ്. നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷനാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.